Hello dear students, welcome back to Commerce with me, your homely classes. So last class you have already learned about the term recruitment, and in today's class you are going to learn about the sources of recruitment. Some organizations may try to find out new sources for the purpose of recruitment, while some others may adjust with the existing ones. അതായത് ചില ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവർക്ക് പുതിയ സോഴ്സസ് ആയിരിക്കും അവർക്ക് താല്പര്യം. അതായത് ഫ്രഷ് ടാലൻസിനെ അല്ലെങ്കിൽ പുതിയ അവൈലബിൾ സ്കിൽസിനെ പുതിയ ക്വാളിഫൈഡ് ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് അവർക്ക് പുതിയ സോഴ്സ് വേണമായിരിക്കും. ബട്ട് ചില കമ്പനീസ് ഉള്ള ആൾക്കാരെ വെച്ച് തന്നെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഉള്ള റിസോഴ്സസ് ചെയ്യുന്ന അവർ ഫർദർ സെലക്ഷൻ ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെ രണ്ട് കാറ്റഗറീസിനെ നമുക്ക് ഒരു ടേമിൽ കൊണ്ടുവരുവാണെങ്കിൽ അതിനെ ഫസ്റ്റ് വൺ ഇൻറ്റേർണൽ സോഴ്സ് എന്നും സെക്കൻഡ് വൺ എക്സ്റ്റേർണൽ സോഴ്സ് എന്നുമായിട്ട് നമുക്ക് തരംതിരിക്കാനാവും അതിനെ. ആൻഡ് നൗ ലെറ്റ്സ് സീ ഇൻ ഡീറ്റെയിൽ വാട്ട് ആർ ദിസ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ സോഴ്സസ്. So in internal source of recruitment, the job vacancies are filled from within the enterprise itself, which means that the existing employees are again selected to further different vacancy. സോ ഇൻറ്റേർണൽ സോഴ്സസിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ജോബ് വേക്കൻസി ഫില്ല് ചെയ്യുന്നത് ആ ഓർഗനൈസേഷൻ്റെ അകത്ത് ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ വെച്ച് തന്നെ ആയിരിക്കും. അപ്പം വെളിയിൽ നിന്നൊരു റിക്രൂട്ട്മെൻറ്റ് നടത്തേണ്ട ആവശ്യം അവിടെ ഉണ്ടാവുന്നില്ല. And under internal source of recruitment, it is assumed that the employees who are already working in the organization are more suitable for higher jobs in that organization than those who are recruited from outside the organization. Now let us see what are the internal sources of recruitment. The first method of internal source is transfers. So under transfer, a present employee is shifted from one post in the organization to another, or from one place to another. It can be branch, or from one department or section to another. ഇപ്പോൾ ട്രാൻസ്ഫർ ആണ് ഇൻറ്റേർണൽ സോഴ്സിൻ്റെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫറിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത്? പ്രസൻറ്റ് എംപ്ലോയീനെ ഒന്നുകിൽ ആ ഓർഗനൈസേഷൻ്റെ അകത്തുനിന്ന് ഒരു ഡെസിഗ്നേഷനിൽ നിന്ന് വേറൊരു ഡെസിഗ്നേഷനിലേക്കോ, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്കോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ മാറ്റി നിയമിക്കുന്നതിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്. Now, second method of internal source of recruitment is promotion. So, promotion refers to shifting of persons to positions carrying better prestige, higher responsibilities, and more salary. So, in promotion, a person who is at the lower grade in an organization or a department is being promoted to a vacant position at a higher grade level. It can be either within the current department or at a different department. ഇപ്പോൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടുള്ള സംഭവം തന്നെയാണ് അല്ലേ. ഒരു താഴത്തെ ലെവലിൽ നിന്നുള്ളൊരു എംപ്ലോയി, അതായത് ലോവർ ഡെസിഗ്നേഷനിൽ നിന്നൊരാൾ കുറച്ചും കൂടെ ഹയസ്റ്റ് ഡെസിഗ്നേഷനിലോട്ട് അയാളെ മാറ്റി പോസ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, പ്രൊമോഷൻ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം പ്രൊമോഷൻ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? ഒന്ന് സാലറി കൂടും, അല്ല റെസ്പോൺസിബിലിറ്റി കൂടും, ഡെസിഗ്നേഷൻസ് പോവും, ഹയർ റെപ്യൂട്ട് ആവും. And this technique of promotion helps in increasing the performance level of the employees too. അതായത് ഇപ്പം ക്ലറിക്കൽ ലെവലിൽ ഇരിക്കുന്ന ഒരു എംപ്ലോയി പെട്ടെന്ന് അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് മാറി എന്ന് വെക്കുക. അപ്പം അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലോട്ട് മാറുമ്പോൾ അയാളുടെ ഡെസിഗ്നേഷൻ, സ്റ്റാറ്റസ് ഇതെല്ലാം മാറിക്കഴിഞ്ഞാൽ, റെസ്പോൺസിബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, സാലറി ഇതെല്ലാം മാറി. അപ്പോൾ എന്ത് പറ്റും? അയാൾ കൊടുക്കേണ്ട പെർഫോമൻസിൻ്റെ ഔട്ട്പുട്ട് കൂടെ അവിടെ ഇൻക്രീസ് ആവും. ആ ഇൻക്രീസിന് വേറൊരു റീസൺ എന്ന് പറയുന്നത് എന്താ? നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ പേയ്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ സ്റ്റേറ്റസ്, ഇതൊക്കെ എന്ന് പറയുന്നത് എന്താ? നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കൂടെയാണ്. അപ്പം അവിടെ ഒബ്വിയസ്ലി നമ്മുടെ പെർഫോമൻസ് ലെവൽ ഇൻക്രീസ് ആവും. The third source of internal recruitment is employee referrals. In employee referrals, the existing employees in the organization can develop a good prospectus for their families as well as friends by acquainting them with the advantages of a job with the company, by furnishing letters of introduction and even encouraging them to apply for the job. അപ്പോൾ എംപ്ലോയി റെഫറൽസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് തന്നെ അവരുടെ ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ ഫാമിലി സർക്കിളിലോ അങ്ങനെ അവർക്ക് പരിചിതമായിട്ടുള്ള ആൾക്കാരെ
നമ്മുടെ എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പം ഈ ഇങ്ങനെ എംപ്ലോയി റെഫറൻസ് ഉള്ളത് കൊണ്ട് ഓർഗനൈസേഷനുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറയും അല്ലേ. ഒരു പുതിയ റിക്രൂട്ട്മെൻറ്റ് നടത്തി അവിടെ ആളെ സെലക്ട് ചെയ്തു, അങ്ങനെ പല പ്രോസസ്സിനായിട്ടുള്ള കോസ്റ്റ് അവിടെ കുറയും, ടൈം സേവിങ് ആണ്. പിന്നെ ഒരു എക്സിസ്റ്റിംഗ് എംപ്ലോയി തന്നെ റെഫറൽ തരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, അവർക്ക് നല്ല രീതിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ആയിരിക്കും റെഫർ ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്ക് എന്തെങ്കിലും മോർ ഡീറ്റെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ അടുത്ത് തന്നെ ഓർഗനൈസേഷന് എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എംപ്ലോയി റെഫറൻസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് അവിടെ ഒരു റെഫറൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് എംപ്ലോയി റെഫറൻസ് എന്ന് പറയുന്നത്. The fourth method of internal source of recruitment is re-employment of ex-employees. They are simply the formal employees of the organization. That is, the employees who have already left the organization after some years or some time of working. Here, the employees, that is the ex-employees or the formal employees of the organization, are invited back and are appointed to fill the vacancies in the concern. And the advantage of this method is that the performance of the employees are already known. ഇപ്പോൾ റീ എംപ്ലോയ്മെൻറ്റ് ഓഫ് എക്സ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്ത് ഓൾറെഡി വർക്ക് ചെയ്ത എംപ്ലോയീസ് ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ അവർ വീണ്ടും തിരിച്ചു വരാനായിട്ട് വില്ലിങ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ ചിലപ്പം വിഷ് ചെയ്യുന്നുണ്ടായിരിക്കും അവർ തിരിച്ച് വന്നാലോ, അല്ലെങ്കിൽ ആരുടെ ചോയ്സ് പ്രകാരമായിട്ടാണെങ്കിലും വന്നാൽ അവരെ വീണ്ടും റിക്രൂട്ട് ചെയ്യുന്നതിനെയാണ് റീ എംപ്ലോയ്മെൻറ്റ് എന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആ എംപ്ലോയീസിനെ ഓർഗനൈസേഷന് നല്ലപോലെ അറിയാം, അവരുടെ പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് അറിയാം, അവരുടെ എഫിഷ്യൻസി എന്താണെന്ന് അറിയാം, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം. അപ്പോൾ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഓർഗനൈസേഷന് തന്നെ വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. Hope you have all understood about internal sources of recruitment. So if there is any doubt, let me know in the comment section below. And thank you for your support and care. Thank you.